വീട്ടിലെ അമ്മ ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഞാൻ രാവിലെ തന്നെ എണീറ്റ് തലേ ദിവസത്തെ കറികളെല്ലാം ആദ്യം തന്നെ ചൂടാക്കി വെക്കും കേട്ടോ. കറികളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, പുതിയത് വെക്കാൻ വയ്യ, അതാണ്. ഇനി അടുത്ത് ചെയ്യുന്നത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളം, ആ സാധനം കൊണ്ടുവന്ന് നമ്മുടെ ചെടികൾക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുവേ. അതങ്ങനെ പൈസ കൊടുത്ത് വളം മേടിച്ചിടാറില്ല, വെറുതെ കിട്ടുന്ന കഞ്ഞിവെള്ളെങ്കിലും ഒഴിച്ചേക്കാന്ന് വിചാരിച്ചു. പിന്നെ അവിടെയൊക്കെ നിൽക്കുന്ന അല്ലറ ചില്ലറ കായ്കനികളൊക്കെ വെറുതെ ഒന്ന് നോക്കും കേട്ടോ. ഇനി എന്റെ നോട്ടം കൂടിപ്പോയിട്ടാണോ എന്ന് എനിക്കറിയാൻ വയ്യ, ഇപ്പൊ ഒരൊറ്റ സാധനത്തിൽ മര്യാദയ്ക്ക് കായ് വരാറില്ല. ചുക്കിയതും ചുളിഞ്ഞതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വരും, അത് തന്നെ. വീട്ടിൽ മോനുണ്ടെങ്കിൽ പിന്നെ ചീതോട്ടിന്റെ കാര്യം അവൻ നോക്കിക്കോളൂ. അങ്ങനെ പറമ്പിലൊക്കെ ചുറ്റിത്തിരിഞ്ഞ ശേഷം പിന്നെ നേരെ വന്ന് വാഷ് ബേസിനിൽ കുറെ പാത്രങ്ങൾ ഉണ്ടാവും, അതെല്ലാം ഒന്ന് കഴുകി അടുക്കി വെക്കും കേട്ടോ. ഇന്നലെ രാത്രി കിടക്കാൻ നേരത്തെ ഒരു കുന്നിന്റെ അത്രയും പാത്രം കഴുകിയതാണ്, ഇതിപ്പോ എവിടെ നിന്ന് വന്നാന്തോ. പിന്നെ നേരെ നമ്മുടെ വിറകടുപ്പ് കത്തിച്ച് തലേ ദിവസത്തെ മീൻകറി ഉണ്ടാവും, അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുവേ. തലേ ദിവസത്തെ മൺചട്ടിയിൽ ഉണ്ടാക്കിയ മീൻകറി ഇങ്ങനെ വറ്റിച്ച് കഴിക്കാൻ എന്തൊരു ടേസ്റ്റ് അറിയാവോ. മീൻകറി ചൂടാക്കി കഴിഞ്ഞാല് പിന്നെ അടുത്ത് മൺകലത്തിൽ തന്നെ ആ അടുപ്പിൽ ചോറിന് വെക്കുവേ. അരി അടുപ്പയിൽ ഇട്ട് കഴിഞ്ഞാല് പിന്നെ കുറച്ചു നേരം പിള്ളേർ ഒത്ത് വെളിയിലിരിക്കും കേട്ടോ, കാക്കയുടെ പൂച്ചയുടെ കഥയൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ചീതുട്ടിക്ക് കഥയൊന്നും കേൾക്കണ്ട, കാക്കേനെ കയ്യിൽ പിടിച്ച് കൊടുത്താൽ മതി. പിന്നെ അതിനുശേഷം പിള്ളേർക്കും ഫുഡ് കൊടുത്ത് ഞാനും കഴിച്ചതിന് ശേഷം അടുത്ത് എന്തെങ്കിലും തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുവേ. ഫ്രിഡ്ജിൽ വെക്കുന്ന കണ്ടെയ്നറുകളിൽ ഈ ക്യാരറ്റുകൾ സൂക്ഷിച്ചു വെച്ചാൽ ഏകദേശം ഒരു മാസത്തോളം ഒന്നും ചെയ്യാതിരിക്കും കേട്ടോ. ക്യാരറ്റ് മാത്രമല്ല എല്ലാ പച്ചക്കറികളും ഇരിക്കുവേ. അതല്ലേലും 150 കവറിലാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നതിനേക്കാളും നല്ലത് കണ്ടെയ്നർ സൂക്ഷിക്കുന്നതാണേ. അതിനിടയ്ക്ക് എന്റെ ഒരു ക്യാരറ്റ് അടിച്ചുകൊണ്ട് ദേ അയാൾ പോയിട്ടുണ്ട്. കറി വെച്ച് കൊടുത്താൽ അവന് വേണ്ട, പച്ചക്ക് കഴിക്കാൻ അവനൊന്നും മോയല്ല. ഞങ്ങളുടെ വീട്ടിൽ ആകെ എല്ലാവരും ഒരു നേരം മാത്രം ചോറ് കഴിക്കാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ 2 ക്യാരറ്റ് എടുത്തിട്ടുള്ളേ തോരനുണ്ടാക്കാൻ. ഭക്ഷണം കൂടുതലായിട്ട് ഉണ്ടാക്കി കളയുന്നതിനേക്കാളും നല്ലതല്ലേ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കി കഴിക്കുന്നത്, അല്ലേ? അങ്ങനെ എന്റെ അടുക്കളയിലത്തെ ജോലി കഴിഞ്ഞപ്പോ എന്റെ അമ്മ എങ്ങനെയോ മണത്തറിഞ്ഞ് ദേ ഇവിടെ എത്തിയിട്ടുണ്ടേ. അമ്മ ഇന്നലെ വിദ്രയിലുള്ള വീട്ടിൽ പോയിട്ട് ഇന്ന് ഉച്ചയ്ക്കാണ് തിരിച്ചു വരുന്നത്. ഞാൻ ഇന്നലെ പട്ടിണിയാണേ, ആദ്യം എന്തെങ്കിലും കഴിക്കട്ടെ പിന്നെ വീഡിയോ എടുക്കാന്ന് അമ്മ. ഞങ്ങൾ പിന്നെ പണ്ടേ തറവാടികളായതുകൊണ്ട് വൈകുന്നേരം ഒന്ന് തറവാട്ടിൽ പോയി കാരണവരെ കാണാന്ന് വിചാരിച്ചു കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതലേ മഴ അർമാദിച്ച് പെയ്യുവാണ്. തിരിച്ച് നീന്തിയെങ്കിലും വീട്ടിൽ വരാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇനി മോന് കുറവുണ്ടോന്ന് ചോദിക്കുന്നവരോട് അവനിനി എങ്ങനെ ചുമച്ച് ഗിന്നസ് ബുക്കിൽ കയറാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് ചുമയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയിലിരുന്ന് മഴ നനഞ്ഞെറിഞ്ഞ ഒരു പരുവായിരുന്നേ. വീട്ടിൽ നിന്ന് പോയപ്പോ ഒരു സോപ്പും തോർത്തും കൂടെ കൊണ്ടുവരുന്നെങ്കിൽ തിരിച്ചു വരുമ്പോ കുളിച്ചിട്ട് വരായിരുന്നു. തിരിച്ച് മഴയെ നനഞ്ഞ് വീട്ടിലെത്തിയപ്പോ വീട് ഏതാ 6 ഏതാന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ. അത്രയ്ക്ക് ചോർന്നൊടിച്ച് കിടപ്പുണ്ടായിരുന്നേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. ടാറ്റാ.